ഹായ്. അടുത്ത സീക്രട്ട് ആക്ച്വലി ഇത് കുറച്ച് കെയോട്ടിക് ആണ്. സോ ഐ വോണ്ട് സ്റ്റേ അനോണിമസ്. ഞാനും എൻ്റെ കസിനും ചെറുപ്പത്തിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ വലുതായപ്പോൾ എല്ലാം നല്ല ഡിസ്റ്റൻ്റ് ആയി. അവർ ഇയർലി വിസിറ്റ് ചെയ്ത് പോകും. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാറില്ല. അവർ 2 ബ്രദേഴ്സാണ്. അതിലെനിക്ക് ഓൾഡർ ബ്രദറിനോട് ക്രഷ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഹി വാസ് സോ ഹാൻസം, ബട്ട് ഇറ്റ് വാസ് നത്തിങ് സീരിയസ്. അങ്ങനെയാണ് അവൻ്റെ അമ്മ പറഞ്ഞിട്ട് അവൻ റിലേഷൻഷിപ്പിലാണെന്ന് ഞാൻ അറിയുന്നത്. ആ ചേച്ചീനെയും എനിക്കറിയാം. നല്ല സുന്ദരിയായിരുന്നു, പൂച്ചക്കണ്ണൊക്കെ ആയിട്ട്. അവർ 2 years ആയിട്ട് റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയപ്പോൾ എന്നെ അവൻ പ്രപ്പോസ് ചെയ്തു. ബട്ട് ഹി വാസ് സ്റ്റിൽ ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ആകെ വൾണറബിൾ ആയിരുന്നു. ഹിസ് ഐസ് വർ ടിയറിങ് അപ്പ്. ഹി ടോൾഡ് മീ ഹീ വാസ് ഇൻ ലവ് വിത്ത് മീ ഫോർ ഇയേഴ്സ്. He never got an opportunity to convey his feelings, so he was trying to move on from me by being in that relationship. Guess what? I said yes. Then we started going out. He started ghosting the other girl, blocked her on every socials. She showed up to his house one day and it was chaotic. I was there, my family was there. They quarreled a lot. I thought my boyfriend was going through a panic attack. He was crying and shivering. He said to her, I finally got an opportunity to be with a girl I love, and if you're trying to ruin it, I swear I will suicide. Everyone was so shocked, even I was. I never saw this side of him. The girl left broken. Our family agreed to our relationship and now we are engaged. Hey, but that girl is still single. She was literally so prettier than me. They were in same college and all, but still I don't know why he chose me. They both were good looking and perfect for each other. I feel regret and sorry for her. He's been treating me so well. അടുത്ത സീക്രട്ട്. ഹലോ, ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. എനിക്ക് 7th to 10th റിലേഷൻ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് എല്ലാം ആളെ കാണാറുണ്ടായിരുന്നു. അവർ ഒരു പെട്രോൾ പമ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരു പ്രാവശ്യം അവർക്ക് ലോട്ടറി അടിച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ അവരെ നോക്കാൻ തുടങ്ങിയത്. പണത്തോടുള്ള ആർത്തി കൊണ്ടല്ല, ഞാൻ ഓർക്കാറുണ്ട്. റിലേഷൻ പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ പണത്തോടുള്ള ആർത്തിയാണോ എന്ന് ചോദിക്കും. എന്നാൽ അദ്ദേഹത്തിന് വലിയ തുകയൊന്നും അല്ലായിരുന്നു അടിച്ചിരുന്നത്. ചെറിയ എന്തോ ഒരു തുകയായിരുന്നു അടിച്ചിരുന്നത്. അദ്ദേഹത്തെ എല്ലാ ദിവസവും ബസ്സിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ നോക്കാറുണ്ടായിരുന്നു. ഇവരുടെ പെട്രോൾ പമ്പ് വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സിറ്റിക്ക് അടുത്താണ്. എൻ്റെ UP ആൻഡ് HSS സ്കൂളിലേക്ക് വഴിയിലായിരുന്നു ഈ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തെ നോക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അത് എങ്ങനെയോ മനസ്സിലാക്കി. പിന്നീട് ഞാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് നോക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ വീട്ടുകാരുടെ കൂടെ പോകുമ്പോൾ അഥവാ പെട്രോൾ അടിക്കേണ്ട ആവശ്യം വന്നാൽ ആ പെട്രോൾ പമ്പിൽ കയറാറുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ അവിടുത്തെ ഓഫീസിലേക്ക് നോക്കാറുണ്ട്, അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന്. അദ്ദേഹം അവിടുത്തെ ജോലിക്കാരനാണെങ്കിൽ പിന്നീട് അദ്ദേഹം അവിടുത്തെ ഓഫീസ് വർക്കറായി ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം വലിയൊരു വണ്ടിയൊക്കെ വാങ്ങി. അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്ക്. ചില ദിവസങ്ങളിൽ അദ്ദേഹം ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കിൽ വരാറുണ്ട്. അതെന്നെ തിരിഞ്ഞല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞിറങ്ങുന്ന സമയമായിരുന്നു അത് ചില ദിവസങ്ങളിൽ. എന്നിട്ട് കുറച്ച് ദൂരം വന്ന സൈറ്റിലേക്കുള്ള റൂട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളതെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ അറിവ് എനിക്കുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങളുടെ ഫാമിലി മീറ്റ് വരുന്നത്. മീറ്റർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കടന്നു വരുന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹം എൻ്റെ കുടുംബമാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഞാൻ പെട്ടിട്ടില്ല. മാറി നിന്ന് വായി നോക്കിക്കൊണ്ടിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോയി. അങ്ങോട്ടേക്കുള്ള റൂട്ട് തന്നെ മാറി. ഞാൻ കോഴിക്കോട് ഭാഗത്തായിരുന്നു പോയിരുന്നത്. അദ്ദേഹം മലപ്പുറം ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പമ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞാൻ അദ്ദേഹത്തെ മറന്നു. എന്നിരുന്നാലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അങ്ങോട്ട് ആ വശത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ നോക്കാറുണ്ട്. എന്നും നോക്കാറുണ്ട്. അദ്ദേഹത്തെ കാണാറില്ല. 5 വർഷം കൂടുമ്പോൾ ഞങ്ങൾക്ക് മീറ്റപ്പ് ഉണ്ടാകാറുണ്ട്, ഫാമിലി മീറ്റ്. എന്നാൽ അവസാനം ഉണ്ടായ അപ്പോൾ മീറ്റർ എന്ന് പറഞ്ഞത് മീറ്റിംഗ് ആയിരുന്നല്ലേ. അവസാനം ഉണ്ടായിരുന്ന മീറ്റിംഗ് വയനാട്ടിൽ വെച്ചായിരുന്നു. അന്ന് അദ്ദേഹം വന്നിട്ടില്ലായിരുന്നു. ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി. ഞാനിപ്പോൾ അത് ആലോചിച്ച് ചിരിക്കാറുണ്ട്. അന്നത്തെ ഓരോ കുസൃതികളെ. ഈ വിവരം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ അന്നത്തെ എൻ്റെ അറിവില്ലായ്മ ആണ് അത് കാണുന്നത്. വലുതായില്ല. ഞാൻ
കുഞ്ഞുകുട്ടി അയച്ച മെയിലായിരിക്കും ഇത്. അടുത്ത സീക്രട്ട്. ഞാൻ കുറേ ദിവസമായി ആലോചിക്കുന്നു എൻ്റെ സീക്രട്ട് ആരോടെങ്കിലും തുറന്നു പറയണമെന്ന്. ഇത് ഓൺഗോയിങ് പ്രശ്നമായതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ അറിയും എന്നല്ലാതെ ഫുള്ളായിട്ട് അറിയില്ല. കോമഡി എന്താണെന്നാൽ ഓരോ വ്യക്തിക്കും ഓരോ പാർട്ട് മാത്രമേ അറിയൂ. എൻ്റെ ലൈഫ് ഫുള്ള് പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. 5th പഠിക്കുമ്പോൾ തൊട്ടാണ് എൻ്റെ ലൈഫിൽ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പേരൻസ് എന്നും രാത്രി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. തല്ലും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ലൈഫ്. അവരുടെ ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ അമ്മ നല്ല ക്യാഷുള്ള വീട്ടിലേ ആയിരുന്നു. പക്ഷേ അച്ഛൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ അമ്മ വീട്ടുകാരെ വിട്ട് അച്ഛൻ്റെ കൂടെ പോന്നു. പിന്നെ ഞാൻ ജനിച്ചു. എനിക്ക് താഴെ 2 അനിയന്മാരാണ്. ഐ ആം ദ ഓൾഡർ വൺ. ഞാൻ മൂത്ത കുട്ടി ആയതുകൊണ്ട് തന്നെയാണ് എൻ്റെ ലൈഫിലെ പകുതി മുക്കാൽ പ്രശ്നവും വരാൻ കാരണം. എൻ്റെ അച്ഛൻ 2015 തൊട്ടേ വേറെ ഒരു അഫയർ ഉണ്ട്. അതെൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു എപ്പോഴും തല്ല്. ഞാൻ ഒരിക്കൽ കേട്ടു അച്ഛൻ ഇങ്ങനെ പറയണത്, എനിക്ക് അവളെ മറക്കാൻ കുറച്ച് സമയം വേണമെന്ന്. ഒരു നല്ല ഹസ്ബൻഡ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമോ ആരെങ്കിലും? എൻ്റെ അമ്മയ്ക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ഈഗോയും ഉണ്ട് അപ്പയ്ക്ക്. എൻ്റെ അമ്മയെ ജോലിക്ക് വിട്ടിരുന്നില്ല. അങ്ങനെ ഞാൻ 8th പഠിക്കുമ്പോൾ അമ്മയെ ഗൾഫിൽ വിടാമെന്ന് വിചാരിച്ചു. അച്ഛൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ജോലി കിട്ടില്ല എന്ന് അപ്പ വിചാരിച്ചു. അവൾ പോയിട്ട് ജോലി കിട്ടാതെ തിരിച്ചു വരും, പിന്നെ ഒന്നിനും വീടുണ്ടായിരുന്നു. ബട്ട് അമ്മയ്ക്ക് ജോലി കിട്ടി. അന്ന് തൊട്ട് എൻ്റെ ഉറക്കം വീണ്ടും പോയി. ചേച്ചിക്ക് അറിയോ, ഞാൻ മനസ്സമാധാനമായി ഉറങ്ങാത്ത ഒരു ദിവസം പോലും ഇല്ല. കുറച്ച് മാസം മുമ്പ് ഞാൻ കണ്ടുപിടിച്ചു. ആ ഒരു ചേച്ചി മാത്രമല്ല എൻ്റെ അപ്പയ്ക്ക് റിലേഷൻഷിപ്പ് ഉള്ളത്. എൻ്റെ അനിയൻ്റെ ടീച്ചർ അടക്കമുണ്ട്. വെറും ഫോണിൽ കൂടിയുള്ള റിലേഷൻഷിപ്പ് ഉള്ളൂ. എന്നാലും എൻ്റെ അമ്മ പോയതിനു ശേഷം ചാറ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. അച്ഛൻ ഞാനൊരു ദിവസം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആ പെണ്ണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ടു. ചക്കര എണീറ്റില്ലേ എന്ന് ചോദിച്ച്. എനിക്ക് ദേഷ്യം വന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അമ്മയ്ക്ക് അയച്ചു. അവർ ഡിവോഴ്സ് ആയി ഇപ്പോൾ. നല്ല കാര്യം. ഈ റിലേഷൻഷിപ്പിനെ പേരിലല്ല. എൻ്റെ അമ്മ അതൊന്നും പുറത്തു പറഞ്ഞില്ല. ബട്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയുടെ അവിടെ പോയിട്ട് എന്തൊക്കെയോ വൃത്തികേടൊക്കെയോ പറഞ്ഞു. അമ്മ അപ്പോഴും മിണ്ടാതെ ഇരിക്കുകയാണ്. എൻ്റെ അച്ഛൻ അമ്മയോടുള്ള ദേഷ്യം എന്നോടാണ് തീർക്കുക. എന്നോട് വെറുതെ ദേഷ്യപ്പെടും, ഉപദ്രവിക്കില്ല. എന്നാലും പിന്നെ എൻ്റെ ലൈഫിലെ അല്ലാത്ത പ്രോബ്ലംസൊക്കെ ഞാൻ വയ്യാതെ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ചെറിയ ഭാഗം മാത്രമാണ് പറയാനാണെങ്കിൽ എനിക്ക് കുറേ ഉണ്ട്. പക്ഷേ അതിപ്പോൾ ഒന്നും തീരില്ല. ഞാൻ ഈ വർഷം കൂടി അച്ഛൻ്റെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറും ടു ഗെറ്റ് സം പീസ്. എനിക്ക് പ്രേമിക്കണം എന്നൊക്കെയുണ്ട്. ബട്ട് ലവ് എന്ന് പറയുന്ന സാധനം എനിക്ക് തന്ന ട്രോമ. ഒരാൾ പ്രേമിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും അയാൾ ട്രൂ ആണെന്ന്? സോ ഐ എം സ്റ്റിൽ സിംഗിൾ. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരിക്കലും ഒരാളെ ഡേറ്റ് ചെയ്യുമെന്ന്. ബിക്കോസ് ഞാൻ കണ്ട അത്രയും ആരെയും ലവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകില്ല. കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർ ഇങ്ങനെയാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ വല്ല 80s ജനിച്ചിരുന്നേ. 80s ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. നമുക്കങ്ങനെ തോന്നുന്നു എന്നേ ഉള്ളൂ ആ ടൈം അടിപൊളിയായിരുന്നു എന്ന്. ഈ ടൈമിലുള്ള പ്രശ്നങ്ങളും ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഇത് അയക്കുന്നത്. ഇന്ന് രാത്രി എന്ത് വാക്കുതർക്കം ആണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടാകുക എന്ന് ആലോചിച്ചിരിക്കുക ഞാൻ. എനിവേയ്സ്, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആരുടെ ഫീലിങ്സ് വെച്ച് കളിക്കരുത്. ഇറ്റ്സ് സോ ബാഡ്. ഇനി എൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് പറയാം. എന്നെ ഒരാൾ അബ്യൂസ് ചെയ്യാൻ നോക്കി. ഒന്നും ചെയ്തില്ല, ബട്ട് എനിക്ക് പറയാൻ പേടിയാണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ അടുത്തില്ലല്ലോ. അതുകൊണ്ട് അത് അമ്മയില്ലാത്ത കാരണമാണ് എന്ന് പറഞ്ഞ് ആകെ സീൻ ആകും. എനിക്കെല്ലാം കൂടിയായിട്ട് ആകെ ഞാൻ തളർന്നു ഇരിക്കുന്ന ടൈമാണ്. ഒരാളോടും പറയണില്ല. ഇയാളെ ടച്ച് ഇനിയും എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ടച്ച് ആണെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ സീക്രട്ട്. കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ എനിക്ക് പറക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും ഹോസ്റ്റലിൽ പോകുമ്പോൾ വീട്ടുകാരെ വിട്ടു പോകേണ്ടേ എന്ന് ആലോചിക്കും. ബട്ട് ഞാൻ അങ്ങനെയല്ല. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത് തന്നെ. വീട്ടിൽ സെർവൻ്റ് ഉള്ളത് കാരണം അധികം സീനില്ല. ബട്ട് ആദ്യം അമ്മ പോയപ്പോൾ ഉണ്ടായില്ല. ഞാൻ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഫുഡും ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു ഞാൻ സ്കൂളിൽ പോയിരുന്നത്. ഇപ്പോൾ സൺഡേയും പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ ഉള്ള പണി നോക്കിയാൽ മതി. ഇനിയും കുറേ പറയാനുണ്ടെങ്കിലും ഞാൻ നിർത്തുന്നു. താങ്ക് യു ചേച്ചി. ചേച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കാരണം കുറച്ച് ഭാരം ഇറക്കി വെച്ച പോലെയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വെൽക്കം.